ഹലോ. ഹലോ, നമസ്കാരം സാർ. നിങ്ങളിപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ജിയോ സിമ്മിനെയാണ് സാർ. നിങ്ങൾക്ക് എന്ത് തരം സഹായമാണ് സാർ വേണ്ടത്? സാറേ, എൻ്റെ ഫോണിലിപ്പോൾ ചാർജില്ല സാറേ. ഇപ്പോൾ എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? സാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ചാർജിലിട്ടോളൂ, നല്ലോണം ചാർജ് ആവും. ഇത് ബമ്പർച്ചിരിയോ അല്ല, തകർപ്പൻ കോമഡിയോ അല്ല, പിന്നെ എന്തുണ്ടാക്കാനാണ് നീ ഇവിടെ ഇവിടുന്ന് പാട്ട കോമഡി അടിക്കുന്നേ? പറയാനുള്ളത് നീ മൊത്തം കേൾക്ക്. എൻ്റെ മൊബൈലിൽ ഇപ്പോൾ റീചാർജ് ഞാൻ എത്ര കാശ് കൊടുത്ത് ചെയ്തു, എന്നിട്ട് ഒരു പ്രയോജനമില്ല സാറേ. ഓക്കെ സാർ, നിങ്ങളുടെ മൊബൈൽ അങ്ങനെയാണ് പ്രശ്നമല്ലേ? എത്ര കാശ് കൊടുത്തിട്ടും നിങ്ങൾക്ക് നല്ലോണം നിങ്ങൾ ഉദ്ദേശിച്ച റീചാർജ് കിട്ടുന്നില്ലല്ലേ? തൽക്കാലം നമുക്കൊരു പാട്ട് കേട്ട് എൻജോയ് ചെയ്യാം സാർ. പാട്ടെങ്കിൽ പാട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഓക്കെ സാർ, നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഒരു ചോദ്യത്തെ നേരിടേണ്ടി വരും. ചോദ്യം? ഈ ചോദ്യത്തിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ ഈ സേവനങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. എൻ്റെ ഫോണോട് റീചാർജ് ചെയ്യാൻ സങ്കടത്തിരിക്കുക ഞാനിവിടെ. ചോദിച്ചു തൊല. നിങ്ങൾ കേട്ടുകൊള്ളൂ. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ ചിരിക്കുമ്പോൾ വായ പൊത്തുന്നത്? പെണ്ണുങ്ങൾ ചിരിക്കുമ്പോൾ വായ പോത്തുള്ളത് ഇപ്പം എന്തിനാ? ഞാൻ പറയാം. അവര് ഒരു മിനിറ്റ് എടാ, അവര് വായ പോത്തുന്നത് അവരുടെ പല്ലിൽ വല്ല അണുക്കളുണ്ടെങ്കിൽ അത് കണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഉത്തരം ശരിയായില്ലേ? ഇനിയെങ്കിലും താൻ എൻ്റെ കാര്യം നടത്തിത്താടോ. തെറ്റായ ഉത്തരമാണ് സാർ. പെണ്ണുങ്ങൾ ചിരിക്കുമ്പോൾ കൈപൊത്തുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് കൈയുള്ളത് കൊണ്ടാണ്. ഇതോടാണ് കളി. ഇവനെ ഞാൻ എടാ സാർ, കട്ട് ചെയ്തോ? എടാ പ്രഭാകരാ, എടാ പുതിയ ഫോണുണ്ടാ? ഈ ഫോൺ വേണ്ട, അവർ എടുക്കാത്ത കഴിയുന്നുണ്ടാവും. അവിടെ ഒന്ന് റീചാർജ് ചെയ്യണം. പറ്റൂലെന്ന് പറയല്ലേ പ്രഭാകര? പ്ലീസ്, അവിടെ ചങ്കല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്.